നമസ്കാരം. ഇന്ത്യക്കാർക്കെല്ലാം എസ് യു വി വാഹനങ്ങൾ വേണം എന്നൊരാഗ്രഹത്തോടു കൂടി എസ് യു വി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങളുടെ പുറകെ പോകുന്നൊരു സമയത്ത് കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ ഒരുപാട് വാഹനങ്ങൾ സക്സസ്ഫുള്ളായി നിൽക്കുന്ന സമയത്ത് മൈക്രോ എസ് യു വി എന്ന ടാഗ് ലൈനിൽ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി, ഇൻക്ലൂഡിങ് ഹാച്ച് ബാക്ക് ആയിരുന്ന ഇഗ്നിസ് വരെ. ആ വാഹനത്തെ എല്ലാം പിന്നീട് മൈക്രോ എസ് യു വി എന്ന് വിളിച്ചപ്പോഴും നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതൊരു മൈക്രോ എസ് യു വി അല്ല. പക്ഷേ മൈക്രോ എസ് യു വി എന്ന നാമകരണത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു വാഹനമാണ് ടാറ്റ HBX. തെറ്റിയിട്ടൊന്നുമില്ല, ടാറ്റയുടെ HBX എന്നുള്ള കോഡ് നെയിമിൽ വന്നൊരു വാഹനമാണ് ടാറ്റ പഞ്ച് എന്നുള്ള നാമത്തിൽ പിന്നീട് അറിയപ്പെട്ടു. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം 2020 ടാറ്റ HBX എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം കാലികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി 2021 ഈ ഒരു വാഹനം ടാറ്റ പഞ്ച് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടത് ജൈത്ര യാത്രയായിരുന്നു. ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നുണ്ടായ ഈ ഒരു വാഹനം 2024 കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനമായി മാറി. 2,02,000 യൂണിറ്റാണ് ആ ഒരു കലണ്ടർ വർഷം പഞ്ച് വിറ്റത്. മാരുതിയുടെ അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ മേൽക്കോയ്മയെ തച്ചുടച്ചുകൊണ്ടാണ് അന്ന് പഞ്ച് ഒന്നാം സ്ഥാനത്തേക്ക് വന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം CNG അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. ഇപ്പോൾ ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 120 bhp പവറും 170 Nm ടോർക്കുമുള്ള ടർബോ വേർഷൻ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഒരു എഞ്ചിൻ ഓപ്ഷൻ എക്സ്ട്രാ വന്നു എന്നുള്ളത് മാത്രമാണ്, കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അൾട്രോസിലുള്ള 1.5 ഡീസൽ എഞ്ചിൻ ഇത്തവണയും ഈ ഒരു വാഹനത്തിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വെയ്റ്റ് ടു പവർ റേഷ്യോയുടെ പ്രശ്നമായിരിക്കാം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്ത് തന്നെ ആയാൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാൻ പഞ്ച് വരികയാണ്. തീർച്ചയായിട്ടും പഞ്ച് വാങ്ങണമോ? ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നാലും അതിനെന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ? ആ അപ്ഡേഷൻ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ? കാലികമായിട്ടുള്ള വ്യത്യാസമാണോ? വളരെ സീരിയസ് ആയിട്ട് നമ്മളുടെ ദൈനംദിന ഉപയോഗത്തിൽ ആ ഒരു അപ്ഡേഷൻ വേർത്ത് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയ ശേഷം നിങ്ങളൊരു വാഹനം വാങ്ങുക. എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ അപ്ഡേറ്റഡ് 2026 ടാറ്റ പഞ്ചിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വലിയൊരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങളാണ്. പഞ്ച് എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ്. വ്യത്യാസങ്ങളെന്ന് പറയുമ്പോൾ ഇതെല്ലാം ടാറ്റ വാഹനങ്ങളാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഈ വാഹനത്തെ കാണുമ്പോൾ മനസ്സിലാകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് പോകാം. ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഓടി വരുമ്പോഴത്തേക്കും ഇതൊരു ടാറ്റയുടെ വാഹനമാണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇപ്പോൾ ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിയയുടെ വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. സീറോസ് ആണെന്നുണ്ടെങ്കിലും കാരൻസ് ക്ലാവിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കാണുമ്പോൾ അത് കിയയുടെ വാഹനമാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും ഫ്രണ്ട് ഫേഷ്യ ഇപ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. വെർട്ടിക്കലായിട്ടുള്ള ഹെഡ്ലാമ്പുകളാണ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിനെ കുറച്ചും കൂടെ മസ്കുലൈനായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ ടെയിലൈറ്റ് ആണെന്നുണ്ടെങ്കിലും കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാഹനത്തെ കണ്ടു കഴിഞ്ഞാൽ പഞ്ച് തന്നെയാണ്, അതായത് പഴയ പഞ്ച് തന്നെയാണ്. ചെറിയ ചെറിയ എലമെൻസുകൾ അത് ബമ്പറിലാണെന്നുണ്ടെങ്കിലും ബാക്കിലെ ടെയിലൈറ്റിലാണെന്നുണ്ടെങ്കിലും അത്ര വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ORVM കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ വരുന്നുണ്ട്. ആ ക്യാമറ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ബൾജിങ് അത് മാത്രമാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈലാണ്. 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു വാഹനത്തിന് ആഡിക്വേറ്റ് ആണ്. ടയർ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195 60 R16 പ്രൊഫൈലിലുള്ള ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അലോയ് വീലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് വളരെ സ്യൂട്ട് ആകുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3776 മില്ലിമീറ്ററാണ് ലെങ്ത്ത്, 1742 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1615 മില്ലിമീറ്ററാണ്. നോട്ട് ദ പോയിന്റ്, 193 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ടാറ്റ പറയുന്നത് നമ്മുടെ ഈ വാഹനം ഇന്ത്യയിലെ എല്ലാ ടെറൈനിലും ഓടിക്കാൻ കഴിയുന്ന വാഹനമായിരിക്കണം. ഇന്ത്യക്കാർക്കൊരു വാഹനം എല്ലാ ടെറൈനിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല, അതിന് മുകളിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം എന്നുള്ളതാണ്. ഇനി ലെങ്ത്ത് വളരെ ഒരു പൊടിക്ക് വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാം. 14 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് ലെങ്ത്തിലുണ്ട്. ലെങ്ത്ത് കൂടുതലാണ് എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. പ്രധാനമായിട്ടും ടാറ്റ ഫോക്കസ് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് സെക്യൂരിറ്റിയിലാണ്. സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ടാറ്റ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ വാഹനങ്ങളുടെ സെക്യൂരിറ്റി ഇതായിരിക്കണം,
അത് അവർ ഷോക്കേസ് ചെയ്യുന്ന സെക്യൂരിറ്റി അല്ല, റിയൽ ലൈഫിൽ വരെ നമ്മൾ അവരുടെ വാഹനങ്ങളുടെ പെർഫോമൻസും സേഫ്റ്റിയിലുള്ള ഉയർച്ചയൊക്കെ ശരിക്കും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. 187 മില്ലിമീറ്ററിൽ നിന്നും 193 മില്ലിമീറ്റർ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർത്തി എന്നുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിനെ എല്ലാ ടെറൈനിലും കേപ്പബിൾ ആക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ലോഞ്ച് ഇവൻറ്റിൽ ഇവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനം എല്ലാ ടെറൈനിലും പോകുന്നുണ്ട്, ഹൈവേയിൽ പോകുന്നുണ്ട്, അതുമാത്രമല്ല നാരോ റോഡ്സിൽ പോകുന്നുണ്ട്, ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തെ ഹില്ലി ഏരിയയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ വാഹനത്തിൻ്റെ സെക്യൂരിറ്റി, കാരണം ഒരു കുടുംബത്തെ ക്യാരി ചെയ്യുന്ന വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വേണം എന്നുള്ളതാണ്. ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി ആയി നിൽക്കുന്ന ഒരു ട്രക്കിലേക്ക് 50 km/h വേഗതയിൽ ഈ ഒരു വാഹനം വന്നിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പാസഞ്ചർ ക്യാബിനിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഹ്യുണ്ടായുടെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറിനൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടി. പക്ഷേ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അതായത് 64 കിലോമീറ്ററിന് മുകളിലേക്കൊരു വേഗതയിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ചളുങ്ങിപ്പോകും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. യാതൊരു കാരണവശാലും പാസഞ്ചർ ക്യാബിനിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. ആ ഫോഴ്സ് എല്ലാം യൂണിഫോം ആയിട്ട് ബോഡി അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എ പില്ലറിനൊക്കെ യാതൊരുവിധ കംപ്ലയിൻസും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോട്ടം പോലും ഇല്ലാത്ത രീതിയിലാണ് എ പില്ലറൊക്കെ ആ ഒരു ഇമ്പാക്റ്റിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് എയർ ബാഗൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഡോറുകളൊക്കെ അൺലോക്ക് ആയി എന്നുള്ളതാണ്. 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ചേസിസ് തന്നെയാണ്. ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. നമുക്കറിയാം ആൾട്രോസ് ഒക്കെ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അജൈൽ, ലൈറ്റ്, ഫ്ലെക്സിബിൾ ആൻഡ് അഡ്വാൻസ്ഡ് എന്നുള്ളതാണ് ആൽഫ പ്ലാറ്റ്ഫോം കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. മൈക്രോ SUV, അത് മാത്രമല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ, ഈവൻ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ വ്യത്യാസമില്ല. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 86 bhp പവറും 115 Nm ടോർക്കും നൽകുന്ന ആ ഒരു സെയിം 3 സിലിണ്ടർ തന്നെയാണ്. ആ ഒരു റെവട്രോൺ എഞ്ചിനാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെവട്രോൺ എഞ്ചിനൊക്കെ കുറച്ച് നോയ്സിയാണ്. അതുമാത്രമല്ല മാരുതിയുടെ 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റയുടെ 3 സിലിണ്ടർ എഞ്ചിൻ അത്രത്തോളം എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ആ ഒരു എഞ്ചിൻ നിലനിർത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ CNGയിൽ AMD വന്നിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് മൈക്രോ SUV സെഗ്മെൻറ്റിൽ CNG വിത്ത് AMD ട്രാൻസ്മിഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ടാറ്റ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1.2 ടർബോ ചാർജഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിൻ കൊണ്ടുവന്നില്ല. അവരുടെ നിലവിലുള്ള നമ്മുടെ ആൾട്രോസിലൊക്കെ കണ്ടിട്ടുള്ള ഐ ടർബോ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 120 bhp പവറും 170 Nm ടോർക്കുമാണ് ഉള്ളത്. പിന്നെ സർപ്രൈസ് എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ DCA ബോക്സ് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓവർലാപ്പ് ആകും എന്നുള്ളൊരു കാര്യം നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞതാണ്. തന്നെ ഹൈ ടർബോ എഞ്ചിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഈ 5 സ്പീഡ് AMD ട്രാൻസ്മിഷൻ തന്നെയാണ്. AMDക്ക് എത്രത്തോളം ലാഗ് ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഈ ഐ ടർബോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ടീസറൊക്കെ നമ്മൾ കണ്ട സമയത്ത് 21 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ 100 കിലോമീറ്റർ ആവറേജ് ഒരു ട്രിപ്പിലാണത് കാണിക്കുന്നത്. അത്രയൊക്കെ ഫ്യൂൽ എഫിഷ്യൻസി മീറ്റർ ക്ലസ്റ്ററിൽ കാണുന്നുണ്ടായിരുന്നു. മെക്കാനിക്കൽ സൈഡിനെ ഫോക്കസ് ചെയ്യുന്നൊരു ചാനൽ എന്നുള്ള രീതിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ ചേഞ്ച് ഇല്ല. പുതിയൊരു എഞ്ചിൻ വന്നിട്ടുണ്ട്, ഐ ടർബോ എഞ്ചിൻ വന്നിട്ടുണ്ട്. ചേസിസിൽ വ്യത്യാസമൊന്നുമില്ല, ഡയമെൻഷൻ ചെറിയ ഒരു വ്യത്യാസം ലെങ്ത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ഫേഷ്യ, ഡിസൈൻ, ലാംഗ്വേജ് ഒക്കെ ഒരു കാലികമായിട്ടുള്ളൊരു വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അഡാസ് എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 360 ഡിഗ്രി ക്യാമറ വിത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അതും കൂടെ ഈ ഒരു വാഹനത്തിലുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മേ ബി പ്രൈസ് ഉയരും എന്നുള്ള സാഹചര്യം കൊണ്ടായിരിക്കും. HBX എന്ന് പറയുന്നൊരു വേർഷൻ വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. കംഫർട്ട് ലെവൽ ഉയർത്തി എന്നുള്ളതാണ്. ഫാബ്രിക് ക്വാളിറ്റി നല്ല ബെറ്റർ ആക്കി എന്നുള്ളതാണ്. അത് മാത്രമല്ല ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് തൈ സപ്പോർട്ട് ഫ്രണ്ടിലെ സീറ്റിനുണ്ട് എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്റ്റാൻഡേർഡായിട്ട് ഐ
TPMS ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ABS, EBD, 6 എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ AC-യിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. IRA കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ടച്ച് പാനൽ, AC-യുടെ ടച്ച് പാനൽ എന്ന് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഈ ഒരു സെയിം പാനൽ തന്നെയായിരുന്നു. ടച്ച് സെൻസിറ്റിവിറ്റി സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് നമുക്കറിയില്ല, ഇപ്പോഴും ടാറ്റ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ക്യാബിൻ്റെ ആംബിയൻസ് വളരെ നന്നാക്കി എന്നുള്ളതാണ്. ഒരു സെറാമിക് ടൈപ്പ് ഓഫ് ബോഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ട്രൈ ആരോ ടാറ്റയുടെ എന്താ പറയുക ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലുള്ള ഒരു ഘടകമാണ്. അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്നുമുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോയുള്ള 2 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. 4 സ്പോക്ക് അല്ല. അത് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് സമയത്ത് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഇതിനൊരു SUV ആയിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. ഇതിൻ്റെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും അതുപോലെ തന്നെ 400 മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അവർ അതിൽ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല സെക്കൻഡ് റോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ലെവൽ കൂടി എന്നുള്ളതാണ്. ഫാബ്രിക് ക്വാളിറ്റിയും സീറ്റ് ക്വാളിറ്റി എപ്പോഴും ടാറ്റയുടെ വളരെ മികച്ചതാണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICNGയിൽ 210 ലിറ്ററാണ്. നോർമൽ വാഹനത്തിൽ 366 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഒരു കാര്യം എടുത്തു പറയേണ്ടതായിരുന്നു, DCA ഗിയർ ബോക്സ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമുക്ക് DCA ഗിയർ ബോക്സ് കിട്ടിയില്ല. എന്നാൽ പോലും AMD ഉണ്ട്. ആ AMDയുടെ കൂടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ 8 ഇഞ്ചിൻ്റെ അപ്രോക്സിമേറ്റ്ലി 8 അല്ല 7 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡയൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. സ്പീക്കർ, സൗണ്ട് സിസ്റ്റം, വയർലെസ് ചാർജർ, ഓട്ടോ AC, എയർ പ്യൂരിഫയർ, ആംബിയൻ ലൈറ്റ്, പിന്നെ സൺറൂഫ്, അത് പനോരമിക് അല്ല, പിന്നെ LED ഹെഡ് ലാംപ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം മെയിൻ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. വാഹനത്തെ സബ് കോമ്പാക്ട് SUV എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്, മൈക്രോ SUV എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സ്പേസിനെ മാക്സിമം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ഹെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ, 3 എണ്ണം ഇല്ല. തൈ സപ്പോർട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ബാക്ക് സീറ്റിലും ഉണ്ട്. അത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഫ്രണ്ട് സീറ്റിലാണെന്നുണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സീറ്റിൻ്റെ തൈ സപ്പോർട്ടിനെ എൻഹാൻസ് ചെയ്യാൻ ടാറ്റ കാണിച്ച വളരെ ക്ലവറായിട്ടുള്ള അത് തീർച്ചയായിട്ടും കസ്റ്റമർക്ക് വളരെ ഉപകാരപ്രദമാകും. ഈ സേഫ്റ്റി സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ് ഉണ്ട്, ABS വിത്ത് EBD ഉണ്ട്, ESC ഉണ്ട്, 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് വിത്ത് റിമൈൻഡർ ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 360 ഡിഗ്രി ക്യാമറ വിത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഹിൽ ഹോൾഡ് കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഓട്ടോ ഹെഡ് ലാംപ്സ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല അൾട്രോസിലൊക്കെ കണ്ട ഒരു സെയിം ടർബോ പെട്രോൾ ആണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. അതും 3 സിലിണ്ടർ തന്നെയാണ്. 1199 cc 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഫ്യൂൽ എഫിഷ്യൻസിയെക്കുറിച്ച് കാര്യമായിട്ട് ഇവരങ്ങനെ പറഞ്ഞിട്ടില്ല. 120 bhp പവറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് 5500 RPM വരുന്നത്. 5500 RPM എടുക്കണം 120 bhp പവർ കിട്ടാനായിട്ട്. പക്ഷേ ടോർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. 170 Nm ടോർക്ക്. അത് 1750 മുതൽ 4000 RPM ഇടയ്ക്ക് ലഭിക്കുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അതാണ് എടുത്തു പറയേണ്ടത്. ഇനി മറ്റൊരു എഞ്ചിൻ നമുക്കറിയാം, അത് NA പെട്രോൾ ആണ്, 3 സിലിണ്ടർ ആണ്. 1199 cc 3 സിലിണ്ടർ പെട്രോൾ, 88 bhp അപ്രോക്സിമേറ്റ്ലി. അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നത്. 115 Nm ടോർക്ക്. അത് 3250 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സെയിം ICNGയിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സെയിം എഞ്ചിൻ തന്നെയാണ്. അവിടെ bhp കുറയുന്നുണ്ട്, 73 bhp ആയിട്ട് കുറയുന്നുണ്ട്. അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നു. 103 Nm ടോർക്കായിട്ട് കുറയുന്നു. അത് 3500 RPM ജനറേറ്റ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMDയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. AMD വിത്ത് CNG അതിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വിവിധ വേരിയൻറ്റ് സ്മാർട്ട്, പ്യുവർ പ്ലസ് എസ് എന്ന് പറയുന്നത് സൺറൂഫിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അഡ്വഞ്ചർ S, അക്കംപ്ലിഷ്ഡ് പ്ലസ് S എന്നിങ്ങനെ മോഡലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മാർട്ട് എന്ന് പറയുന്നത് 5,59,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് അത് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല CNG മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. അതിന് 6,69,000 രൂപയാണ്. പ്യൂറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,49,000 രൂപ. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടർബോ പെട്രോൾ വേരിയൻറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റ് മുതലാണ്. അപ്പോൾ അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിലും അക്കംപ്ലിഷ്ഡ് S എന്ന് പറയുന്ന വേരിയൻറ്റിലും മാത്രമാണ് ഈ ടർബോ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടർബോയുടെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള വില എന്ന് പറയുന്നത് 8,29,000 രൂപയാണ്. അത് അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ്. 9,79,000 രൂപയാണ്
ടർബോ മാനുവൽ ട്രാൻസ്മിഷൻ. മാനുവൽ മാത്രമേ ഉള്ളൂ, അത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഏറ്റവും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഏത് വാഹനം ഇറങ്ങിയാലും ആ ഒരു വാഹനം നമുക്ക് വർത്ത് ആകുമോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇത്ര സമയം കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. നല്ല നല്ല കോണ്ടന്റുകളുടെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.